ഹരി ഓം. ദശകം 36, ശ്ലോകം 11. നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർദ്ധിതസ്താപസൈഃ ധ്യാതേഷ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സൃപക്ഷേപണാത് ഉത്സാര്യോ ധൃതകേരളോ ഭൃഗുപദേ വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. നസ്യ അസ്ത്രാണി, നസ്യാസ്ത്രാണി മഹേന്ദ്ര ഭൂഭൃതി, മഹേന്ദ്രഭൂഭൃതി തപഃ തന്വൻ, തപസ്തന്വൻ പുനഃ മജ്ജിതാം, പുനർമജ്ജിതാം. നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം. നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം. ഗോകർണ അവധി, ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാ അർദ്ധിതഃ താപസൈഃ, ദൃഷ്ട്വാ അർദ്ധിതഃ താപസൈഃ, ദൃഷ്ട്വാർദ്ധിതസ്താപസൈഃ, ദൃഷ്ട്വാർദ്ധിതസ്താപസൈഃ. ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർദ്ധിതസ്താപസൈഃ. ധ്യാത ഇശ്വാസ, ധ്യാതേശ്വാസ ധൃത അനല അസ്ത്ര ചകിതം, ധ്യാതേശ്വാസ ധൃതാനലാസ്ത്രചകിതം, ധൃത അനല അസ്ത്ര ചകിതം, ധൃതാനലാസ്ത്രചകിതം. സിന്ധും സൃവക്ഷേപണാത്, സിന്ധും സൃവക്ഷേപണാത്. ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സൃവക്ഷേപണാത്, ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സൃവക്ഷേപണാത്. ഉത്സാര്യ ഉദ്ധൃത കേരളഃ, ഉത്സാര്യോദ്ധൃതകേരളോ, ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ഉത്സാര്യോദ്ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. നസ്യാസ്ത്രാണി മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർദ്ധിതസ്താപസൈഃ. ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സൃപക്ഷേപണാത്. ഉത്സാര്യോ ധൃതകേരളോ ഭൃഗുപദേ വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 36, ശ്ലോകം 11 അന്വയവും അർത്ഥവും നോക്കാം. ഭൃഗുപദേ വാദേശ, ഭൃഗുപദേ ഭൃഗുകുലത്തിൽ ജനിച്ചവനായവനെ, അതാരാണ്? പരശുരാമൻ. അപ്പോൾ ഭൃഗുപദേ ഭൃഗുകുലത്തിൽ ജനിച്ചവനായ പരശുരാമനായ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ. ആരാണ് വിളിക്കുന്നത്? ഭട്ടതിരിപ്പാട് വിളിക്കുകയാണ് ഗുരുവായൂരപ്പനെ. അല്ലയോ പരശുരാമനായ ശ്രീ ഗുരുവായൂരപ്പ, ത്വം അസ്ത്രാണി നസ്യ മഹേന്ദ്രഭൂഭൃതി തപഃ തന്വൻ, നിന്തിരുവടി ആയുധസന്യാസം ചെയ്ത് മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുന്നവനായിട്ട്, എന്നുവെച്ചാൽ ആയുധമൊക്കെ ഉപേക്ഷിച്ചിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുന്നവനായിട്ട്. ത്വം അസ്ത്രാണി നസ്യ മഹേന്ദ്രഭൂഭൃതി തപഃ തന്വൻ പുനഃ ഗോകർണാവധി സാഗരേണ മജ്ജിതാം ധരണീം ദൃഷ്ട്വാ താപസൈഃ അർദ്ധിതഃ. പുനഃ പിന്നീട് ഗോകർണാവധി സാഗരേണ മജ്ജിതാം ധരണി, ഗോകർണം വരെ സമുദ്രത്താൽ മുക്കപ്പെട്ടതായ ഭൂമിയെ ദൃഷ്ട്വാ താപസൈഃ അർദ്ധിതഃ, ഭൂമിയെ കണ്ടിട്ട് താപസന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ട്, അങ്ങനെ ഭൂമി
സമുദ്രത്തിൽ മുങ്ങിപ്പെട്ടു പോയപ്പോൾ താപസന്മാരുടെ അവരുടെ പ്രാർത്ഥന കൈക്കൊണ്ടിട്ട് പ്രാർത്ഥന അനുസരിച്ച് ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സൃപക്ഷേപണാത് ഉത്സാര്യ. ധ്യാതേശ്വാസധൃതാനലാസ്ത്രം, ധ്യാനിച്ചു വരുത്തിയ വില്ലിൽ തൊടുത്ത ആഗ്നേയ മഹാസ്ത്രം കൊണ്ട് ചകിതം ഭയപ്പെട്ട സിന്ധും സൃപക്ഷേപണാതുത്സാര്യ, സമുദ്രത്തെ, സിന്ധും എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ സൃപം എറിഞ്ഞ് അകലേക്കു മാറ്റിയിട്ട് ധ്യാനിച്ചു വരുത്തിയ വില്ലിൽ തൊടുത്ത ആഗ്നേയ മഹാസ്ത്രം കൊണ്ട് ഭയപ്പെട്ട സമുദ്രത്തെ ശ്രുവം എറിഞ്ഞ് അകലേക്കു മാറ്റിയിട്ട് ഉദ്ധൃത കേരളത്തെ ഉദ്ധരിച്ചു. സഹാത്വം മാം സംരക്ഷ, സഹാത്വം അങ്ങനെയുള്ളതായിട്ടുള്ള നിന്തിരുവടി മാം സംരക്ഷ, അടിയനെ സംരക്ഷിക്കണമേ. ഭൃഗുപതേ വാദേശ ത്വം അസ്ത്രാണിന്യസ്യ മഹേന്ദ്രഭൂഭൃതി തവഃ തന്വൻ പുനഃ ഗോകർണാവധി സാഗരേണ മജ്ജിതാം ധരണീം ദൃഷ്ട്വാ താപസൈഃ അർദ്ധിതഃ ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സൃപക്ഷേപണാത് ഉത്സാര്യ ഉദ്ധൃത കേരളഃ സഹാത്വം മാം സംരക്ഷ. ഭട്ടതിരിപ്പാട് പറയുന്നു, അവസാനം ഈ അസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ അവിടുന്ന് തപസ്സു ചെയ്യുവാൻ ആരംഭിച്ചു. അപ്പോൾ മഹർഷിമാരുടെ അഭ്യർത്ഥന അനുസരിച്ച് ഗോകർണപര്യന്തമുള്ള കര മുഴുവൻ വെള്ളം മൂടിക്കിടക്കുന്നത് കണ്ടിട്ട് ധ്യാനമാത്രത്താൽ കയ്യിലെത്തിയ വില്ലിൽ തൊടുത്ത ആഗ്നേയാസ്ത്രം കണ്ട് ഭയപ്പെട്ട സമുദ്രത്തെ ശ്രുവം എറിഞ്ഞ്, ശ്രുവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശ്രുവം എന്ന് പറഞ്ഞാൽ യാഗത്തിന് ഉപയോഗിക്കുന്ന ഒരു നീണ്ട ഒരു തരം തവിയാണ് ശ്രുവം എന്ന് പറയുന്നത്. അങ്ങനെ ആ ശ്രുവം എറിഞ്ഞ് മാറ്റിയിട്ട് ജലത്തിൽ നിന്ന് കേരളത്തെ ഉയർത്തിയെടുക്കുകയും ചെയ്തു. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ സംരക്ഷിക്കണമേ. ഈ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലമാണല്ലോ കേരളം. അപ്പോൾ കേരളം പൗരാണിക കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഈ സമുദ്രത്തിനടിയിലായി പോയപ്പോൾ ഈ നാട് വീണ്ടും ഉത്ഭവിച്ചതിനെക്കുറിച്ച് ഈ രണ്ട് ഐതിഹ്യമുണ്ട്. അപ്പം ഒന്ന് പറയുന്നത്, ഈ പാതാളത്തിൽ ചാമ്പലായി കിടന്ന സകരപുത്രന്മാരുടെ ആ ഉദകക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഭഗീരഥൻ ഗംഗയെ തപസ് ചെയ്ത് ഭൂമിയിൽ വരുത്തി. അപ്പോൾ ഈ ഉത്തര ഭാരതത്തിൽ ഒഴുകി വീണ ഗംഗ സമുദ്രത്തിലേക്ക് കുതിച്ചപ്പോൾ സമുദ്രം കരകവിഞ്ഞ് ആ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പം അവിടെ ഈ സകരന്മാർ കുഴിച്ച സ്ഥലമെല്ലാം വെള്ളം കയറി സാഗരമായി. കൂട്ടത്തിൽ ഭാരതത്തിൻ്റെ പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ ഗോകർണ ക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പം അവിടെ തപസ് ചെയ്ത് വസിച്ചിരുന്ന മഹർഷിമാർ പരശുരാമനെ അഭയം പ്രാപിച്ചു. അപ്പം അദ്ദേഹം പശ്ചിമ തീരത്ത് വന്ന് ധ്യാനനിഷ്ഠനായിട്ട് നിന്നപ്പോൾ കയ്യിൽ ഒരമ്പും വില്ലും വന്നു ചേർന്നു. എന്നിട്ട് ആകാശത്തിലേക്ക് അവയെ അയച്ച ശേഷം ഒരു ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം കടലിലേക്ക് എറിയുകയും അത് ചെന്നു വീണ സ്ഥലം വരെയുള്ള ജലം മാറി കര വീണ്ടും ഉയർന്നു വരികയും ചെയ്തു എന്നാണ് ഈ കേരളത്തിൻ്റെ ആ ഉദ്ഭവത്തെക്കുറിച്ച് ബ്രഹ്മപുരാണത്തിൽ പറയുന്നത്. എന്നാൽ മഹാഭാരതത്തിൽ വേറൊരു രീതിയിലാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്നത്. അത് പരശുരാമൻ പലതവണ ഈ ഭൂപ്രദക്ഷിണം നടത്തി ക്ഷത്രിയ രാജാക്കന്മാരെയെല്ലാം കൊന്നൊടുക്കി. അതിനുശേഷം അശ്വമേധയാഗം നടത്തി ഭൂമി ഋത്വിക്കുകളായ മഹർഷിമാർക്ക് ദാനം ചെയ്തു. ബ്രാഹ്മണർക്ക് വേണ്ടി കശ്യപ പ്രജാപതി ഭൂമി ഏറ്റുവാങ്ങി. എന്നിട്ട് പരശുരാമൻ ആ ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്നും മാറിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്രകാരം ഈ മഹർഷിമാരാൽ അഭ്യർത്ഥിക്കപ്പെട്ട പരശുരാമൻ ഈ സകരന്മാർ ഈ കുഴിച്ചത് കാരണം അസാഗരമായി മാറിയ ആ ഗോകർണ പര്യന്തമുള്ള സ്ഥലത്ത് നിന്ന് കടലിനെ അമ്പെയ്ത് മാറ്റി
തനിക്ക് താമസിക്കുവാനായിട്ട് കര വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് വിധത്തിലായാലും ഇന്നത്തെ കേരളം പരശുരാമനുമായിട്ട് അല്ലെങ്കിൽ ഭാർഗവരാമനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ കേരളത്തിന് ഭാർഗവക്ഷേത്രം എന്ന് പേര് വന്നിരിക്കുന്നത്. നസ്യാസ്താനി മഹേന്ദ്രഭൂപൃതി തപസ്തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർദ്ധിതസ്താപസൈഃ ധ്യാതേശ്വാസധൃതാനലാസ്ത്രചകിതം സിന്ധും സൃഭക്ഷേപണാത് ഉത്സായോ ധൃതകേരളോ ഭൃഗുപദേ വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.